സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലംഭാവത്തെക്കുറിച്ചും ജയിലിനുള്ളിലെ അനാസ്ഥയെക്കുറിച്ചുമൊക്കെയുള്ള നിരവധി വാർത്തകൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പ്രതികൾ ചാടിപ്പോകുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലവുമുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ കൃത്യമായി അത് പരിഹരിക്കപ്പെടാനോ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനോ ഉള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരുന്നില്ല എന്നതല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ ഒന്നും ഇത്തരത്തിലുള്ള പാളിച്ചകൾ പരിഹരിക്കാൻ ഈ ഘട്ടങ്ങളിലൊന്നും ഒരു ചർച്ചകളും നടന്നില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. ഈ ഉദ്യോഗസ്ഥരുടെ കുറവിനെ കുറിച്ചൊക്കെ ഈ ആഭ്യന്തര വകുപ്പിന് ധാരണയുണ്ടായിരുന്നു, പരാതി നൽകിയിരുന്നു, പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ തുടരുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അല്ലേ മുന്നിൽ നിൽക്കുന്നത്? തീർച്ചയായും ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് കൃത്യമായി അറിയാം ജയിലിലെ ജീവനക്കാരുടെ കുറവ്. അതുകൂടാതെ ഈ ജയിലിനകത്ത് മാത്രമല്ല പുറത്ത് ചുറ്റുമതിലിന്റെ പുറത്തും സുരക്ഷ വേണം. അത്തരം സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ മാസങ്ങളായിരിക്കുന്നു. ഈ 10ാം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും ഒരു തടവ് പുള്ളി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ ഗൗരവമാണ്. കാരണം അതിൽ നിന്നും ഇത്തരത്തിൽ ജയിൽ ചാടിയ സമീപകാലത്തൊന്നും ഒരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ പുറത്ത് ജയിലിൽ നിന്നും ഇത്തരത്തിൽ വാഹനങ്ങളിൽ നിന്നും ഒക്കെ മറ്റും ജയിൽ ചാട്ടം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ വന്നത്. പക്ഷേ ഇത് അതീവ ഗുരുതരാവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. കാരണം ഈ സുരക്ഷാ സംവിധാനങ്ങളിലെ പിഴവ് ഉള്ള ജീവനക്കാർ തന്നെ ഇത്തരത്തിൽ കൃത്യമായി ഈ സേവനം നടത്താത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ കാര്യമാണ്. അത് നേരത്തെ തന്നെ ആഭ്യന്തര സുരക്ഷാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ചത്. എന്തുകൊണ്ടാണ് ഫെൻസിംഗ് 1.5 മാസത്തോളമായി പ്രവർത്തനരഹിതമായിരിക്കുന്നു? അത് വളരെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കണം. ആ ഫെൻസിംഗ് ഉള്ളത് കൊണ്ടാണ് ഇയാൾക്ക് ഇത്തരത്തിൽ പുറത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഫെൻസിങ്ങിന്റെ കമ്പിയിലേക്കാണ് ഇയാൾ ഇത്തരത്തിൽ തന്റെ പുതപ്പ് ഇട്ട് കയറ് പോലെ ഇതിൽ കയറി പുറത്തേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായത്. ഫെൻസിങ് ഒരു പക്ഷേ തടവ് പുള്ളികൾ പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ സ്ഥാപിച്ചതാണെങ്കിൽ ആ ഫെൻസിങ് ഉപയോഗിച്ചാണ് ഇയാൾ പുറത്തേക്ക് ചാടിയതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ആ സമയത്ത് കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായ വിവരങ്ങൾ ഇയാൾക്ക് ലഭിക്കുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5 മാസത്തോളം ഈ ജയിലിന്റെ അഴിമുറിക്കാൻ ഇയാൾ സമയമെടുത്തു. എന്തുകൊണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നത് വളരെ വലിയ ചോദ്യം തന്നെയാണ്. ഏതായാലും ഈ വിരമിച്ച സൈനികർ ഉൾപ്പെടെ ഇത്തരത്തിൽ ശമ്പളവും നൽകി ഇവിടെ ജോലിക്ക് നിയോഗിച്ച് കൃത്യമായി ഈ ജയിൽ പുള്ളികളെ നോക്കാൻ വേണ്ടി നിയമിച്ച്, പക്ഷെ അവർ മറ്റ് ജോലികൾ ചെയ്യുന്നു എന്നത് കാര്യം അത് ഗുരുതരമായ വീഴ്ചയാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഇന്നുണ്ടാകുമോ അതാണ് അറിയേണ്ടത്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് സമൂഹത്തിലേക്ക് എത്തുന്നില്ല. എങ്ങനെയാണ് ഇയാൾ ഈ ജയിൽ ചാട്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിയത്, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. പല കാര്യങ്ങളും മൂടിവെക്കുന്ന ഒരു സാഹചര്യമാണ്. അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം വിശദീകരിക്കാമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞത്. ഏതായാലും ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം അതൊരു പക്ഷേ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ സഹായിക്കുന്ന രീതിയിലാകാനുള്ള സാധ്യത കഴിഞ്ഞ പല കേസുകളിൽ നമ്മൾ പരിശോധിച്ചാൽ അത്തരം റിപ്പോർട്ടുകളൊക്കെ ഇവർക്ക് അനുകൂലമായാണ് ഉണ്ടാകാറുള്ളത്. ഏതായാലും പോലീസിന്റെ റിപ്പോർട്ടാണ് ഇന്ന് വളരെ പ്രധാനം. പോലീസ് എന്ത് പറയുന്നു ഈ കാര്യത്തിൽ, പോലീസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തലുണ്ടായി, ഇന്നും പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. ഇതിൽ ഈ ഗോവിന്ദചാമി നൽകിയ മൊഴി അത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അയാൾ ഒരു ജയിൽ മാറ്റത്തിന് വേണ്ടി തടവ് ചാടിയാൽ ജയിൽ മാറ്റം സാധിക്കുമെന്ന ഒരു കാരണം പറയുന്നത് അത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. അത്തരം ഒരു മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല ഇയാൾ വലിയൊരു കവർച്ചാ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇന്ന് ചോദ്യം ചെയ്യലുണ്ടാവും. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം കടക്കുന്നുണ്ട്. ജയിലിലെ മറ്റ് കാര്യങ്ങൾ നേരത്തെ ഇത്തരത്തിൽ സഹതടവുകാർ ഇല്ലാതെ മറ്റാരെങ്കിലും പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടോ എന്ന കാര്യം കഴിഞ്ഞ കുറെ മാസങ്ങളായി വിസിറ്റേഴ്സ് ഡയറി അത് ഓരോ തടവ് പുള്ളികളെയും ഇത്തരത്തിൽ സന്ദർശിക്കുന്നവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങൾ അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത്തരം കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം ഇന്ന് നടക്കും. ഏതായാലും ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് 4 പേരിൽ മാത്രം സസ്പെൻഷനിൽ ഒതുക്കേണ്ട ഒരു കേസല്ല. ഒരുപാട് പേർ ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഒത്താശ ചെയ്ത് നൽകിയില്ലെങ്കിൽ, ഇയാളെ സഹായിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ സംഭവവുമായി ബന്ധപ്പെട്ട വീഴ്ച അതിൽ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം നടപടി ഉണ്ടാകുമോ, ഏതെങ്കിലും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരും. അതാണ് ഇന്ന് പ്രധാനമായും നോക്കിക്കാണുന്നത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിൽ ഒതുക്കി വെക്കേണ്ട ഒരു വിഷയമല്ല, സമഗ്രമായ അന്വേഷണം വേണ്ടതാണ്. ഒന്ന്, ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം. അതിനപ്പുറം ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ഒത്താശ ചെയ്തിട്ടുണ്ടോ ഗോവിന്ദചാമിക്ക് എന്നുള്ള ആ ഗുരുതരമായ വിഷയത്തിലുള്ള അന്വേഷണവും നടക്കേണ്ടതുണ്ട്. എന്തായാലും ഗോവിന്ദചാമിയെ ജയിൽ മാറ്റുകയാണ്, അതീവ സുരക്ഷാ ജയിലായ വിയ്യൂരിലേക്ക് മാറ്റുന്നുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്
പ്രതീക്ഷിക്കുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, അല്ലേ ബൈജു? യെസ്, കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്ന് ഇത്തരത്തിലൊരു കൊടും കുറ്റവാളി ചാടിപ്പോയതിൽ വല്ലാത്ത നാണക്കേടിലാണ് ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പും ഒക്കെ ഉള്ളത്. അതിനപ്പുറം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ബൈജു, വിയ്യൂറിലേക്ക് മാറ്റുകയാണ് ഗോവിന്ദചാമിയെ. എപ്പോഴത്തേക്ക് ഈ മാറ്റം? ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം അത് തന്നെയാണ്. ഇപ്പോൾ ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ഗോവിന്ദചാമിയെ ഇവിടെ നിന്നും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതീവ സുരക്ഷയാണ് ഇപ്പോൾ ജയിലിന് അകത്തും അതുപോലെ തന്നെ ജയിലിന് പുറത്ത് വലിയ തോതിലുള്ള പോലീസിനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നിയോഗിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് ഇന്നലെ തന്നെ ഇതിലൊരു തീരുമാനമുണ്ടായിരുന്നു, വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്ന്. ഇപ്പോൾ ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതീവ സുരക്ഷ ഈ ജയിലിന് അകത്തും അതുപോലെ തന്നെ പുറത്തും ഉണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്തും വലിയ തോതിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഗോവിന്ദചാമിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വാഹനത്തിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വാഹനത്തിൽ കയറ്റി സംഘം പുറപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, തുടരാം. തീർച്ചയായും ആര്യ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇന്ന് ജയിൽ മാറ്റം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്ന്. ഏതായാലും വളരെ രാവിലെ തന്നെ, ഒരു പക്ഷേ ഈ ഗതാഗത പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാകാം, രാവിലെ തന്നെ പുറപ്പെട്ടിരിക്കുന്നു. അതീവ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും റോഡ് മാർഗം തന്നെയാണ് ഈ കൊണ്ടുപോകുന്നത്, ഇത്തരം സുരക്ഷാ സംവിധാനത്തോടു കൂടി. എന്തായാലും ജയിൽ മാറ്റം ഇയാൾ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അത് നടന്നിരിക്കുന്നു. ഒരുപക്ഷെ ആ മൊഴി ശരിയാണെങ്കിൽ, പൂർണ്ണമായും ആ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല, പക്ഷേ ഇയാളുടെ ജയിൽ മാറ്റം ഇന്ന് രാവിലെ തന്നെ നടന്നിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ ജയിൽ ചാട്ടം, അതിൽ ഇപ്പോഴും ദുരൂഹത തുടരുന്നുണ്ട്. എന്നാലും ഇന്ന് രാവിലെയാണ്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്നും ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളുമായി ജയിൽ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. എന്തായാലും കൊടും ക്രിമിനലാണ്, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സുരക്ഷ കൂടുതൽ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇനി വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിയാൽ അവിടെ ഏത് രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും ഇയാളെ അത്തരം കാര്യങ്ങളിലടക്കം തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച നിർണായകമായ യോഗമുണ്ട്. ജയിൽ DGP അടക്കം പങ്കെടുക്കുന്ന യോഗമാണ്. ഈ യോഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും. തുടർ നടപടി ഏതൊക്കെ തരത്തിലുണ്ടാകും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്, അല്ലേ ബൈജു? തീർച്ചയായും ആ കാര്യത്തിൽ ഇന്ന് ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടാകും. എന്തൊക്കെ ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രമല്ല എല്ലാ ജയിലുകളിലും ഏതൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം, എന്തൊക്കെ കുറവുകളുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ തടവുകാരെ നോക്കാനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർ അവർ മറ്റു ജോലികൾ ചെയ്യുന്ന സാഹചര്യം, അതിനെല്ലാം ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുക. ഏതായാലും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായുള്ള ഈ വിവരം, ഗോവിന്ദചാമിയെ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതീവ സുരക്ഷാ സംവിധാനത്തോടുകൂടിയാണ് ഇപ്പോൾ ഇയാളെ ഇവിടെ നിന്നും ജയിൽ മാറ്റം നടത്തുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിൽ റിമാൻഡ് ചെയ്ത് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കാര്യത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ ഇന്നലെ നടന്നിരുന്നു. ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് എന്തായാലും അറിയിച്ചിരുന്നു. ഏതായാലും രാവിലെ തന്നെ അത് നടന്നിരിക്കുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന നടപടി. ഇനി വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തിയാൽ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഇയാൾക്ക് ഏർപ്പെടുത്തണം, അത് മാത്രമല്ല അവിടെയുള്ള മറ്റു തടവുകാർ